ഹലോ ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമി രാത്രിയാകുമ്പോൾ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുകയാണ്. കാരണം ദീപാവലിയാണ് ആഘോഷം. രാത്രി മറ്റുള്ള വീടുകളിലെല്ലാം പടക്കം പൊട്ടിക്കുകയും പൂത്തിരി വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ പെട്ടെന്ന് ഭൂമിക്ക് അച്ഛൻ പണ്ട് മരിക്കുന്നതിന് മുന്നൊക്കെ കൊച്ചിലെ ആയിരിക്കുമ്പോഴും ഒക്കെ പൂത്തിരി വാങ്ങിക്കൊണ്ട് വരികയും പടക്കം വാങ്ങിക്കൊണ്ട് വരികയും ഒക്കെ ചെയ്യുന്നതൊക്കെ ഓർത്ത് പോവാണ് കേട്ടോ. അന്നേരം അംബികയൊക്കെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് ഈ വലിയ പടക്കങ്ങളൊക്കെ, കൊച്ചും ചെറിയ ചെറിയ കാര്യങ്ങൾ പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ വെച്ചോളാം എന്നൊക്കെ പറയാനുണ്ട് കേട്ടോ. അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഭൂമി സങ്കടപ്പെട്ടും കരയാണ്. ഒറ്റയ്ക്കായിപ്പോയില്ല, അമ്മയും ഇല്ല അച്ഛനും ഇല്ല, അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കണം. ആ സമയത്ത് നമ്മൾ സൗഭാഗ്യപുരം കാണിക്കുക കേട്ടോ. അവിടെ എല്ലാവരും വൈകുന്നേരങ്ങളിൽ കുളിച്ച് നല്ല പുതിയ ഉടുപ്പ്, സത്യൻ വാങ്ങിക്കൊടുത്ത ഡ്രസ്സുകളും ഒക്കെ ഇട്ടിട്ട് വരുവാണ്. അന്നേരം വലിയൊരു വിളക്ക് ആ സിറ്റ് ഔട്ടിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കൊളുത്താനായിട്ടാണ് എല്ലാവരും വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഭവാനി കാണുന്നില്ല. പഞ്ചനോട് ചോദിക്കുന്നുണ്ട് സൗഭാഗ്യ മുത്തശ്ശി, ഭവാനി എന്ത് ചെയ്യുന്നു? അങ്ങനെ അമ്മ ഇപ്പോൾ വരുമെന്ന് പറയാം കേട്ടോ. ഭവാനി കാണുമ്പോൾ എല്ലാവർക്കും അത്ഭുതം തോന്നുവാണ്. സത്യനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. സത്യം കൊടുത്ത ഡ്രസ്സ് വാങ്ങിച്ചതുമില്ല, എന്നാൽ അത് അഞ്ജനയാണ് വാങ്ങി കൊണ്ടു കൊടുത്തത്. അപ്പോൾ സത്യം വാങ്ങിക്കൊടുത്ത സാരിയും ബ്ലൗസും ഒക്കെ ഇട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. അത് കാണുമ്പോഴാണ് എല്ലാവർക്കും അത്ഭുതം. അപ്പോൾ ആ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്നാലും നീ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞല്ലോ, നിൻ്റെ മനസ്സ് മാറി വരികയാണ് അല്ലേ ഭവാനി എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് വിളക്കെടുത്ത് കൊടുത്തിട്ട് സത്യനോട് പറയാം, നമുക്ക് ഇവിടേക്ക് ഇത് വിളക്ക് കൊളുത്തിയാലോ? അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ തിരിയിലെ വിളക്ക് ഇങ്ങനെ കൊളുത്തി വരുവാ കേട്ടോ. അവസാനത്തെ ഇതായപ്പോൾ ഭവാനിയോട് പറഞ്ഞിട്ടുണ്ട് സൗഭാഗ്യ മുത്തശ്ശി, നീ ഇത് കൊളുത്തിക്കുകയെന്ന്. അങ്ങനെ നിർബന്ധിക്കുമ്പോൾ തന്നെ അത് വാങ്ങി കൊളുത്താണ് കേട്ടോ. എന്നാലും നമ്മുടെ സത്യനെ ചെറഞ്ഞു നോക്കുകയാണ്. സത്യന് ഭവാനിയുടെ നോട്ടം പലപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അയാൾക്ക് ഒരു വല്ലാത്തൊരു വേദന ഉണ്ടാക്കുകയും പെട്ടെന്ന് കണ്ണങ്ങ് മാറ്റുകയും ചെയ്യണം. അങ്ങനെയാണ് ഭവാനി അയാളെ നോക്കുന്നത് കേട്ടോ. അവിടുന്ന് ഇത് കഴിയുമ്പോഴത്തേക്കും ഉടനെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്, അജയും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ സമയം താമസിപ്പിക്കണ്ട, ഞങ്ങളിവിടെ ഒത്തിരി പടക്കങ്ങളും പുത്തിരിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, ഇതൊക്കെ കത്തിക്കണ്ടേ പൊട്ടിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുക. എന്നാൽ പിന്നെ സമയം താമസിക്കണ്ട, വന്നേ നമുക്ക് പോവാം. അങ്ങനെ ആൽഫ്രഡും ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടെ പുറത്ത് നിന്ന് ഭയങ്കര സന്തോഷത്തിൽ പൂത്തിരിയൊക്കെ കത്തിക്കുകയാണ്. ഈ അതേസമയം തന്നെ നമ്മുടെ അഞ്ജനയാണെങ്കിൽ ഭവാനിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞിട്ട്, അമ്മ ആൾ കൊള്ളാമല്ലോ, വിചാരിച്ച പോലെ അല്ലല്ലോ, രാവിലെ ഭയങ്കര ഷോ ആയിരുന്നല്ലോ, എന്നിട്ട് ഇപ്പോൾ വല്യച്ഛൻ വാങ്ങിച്ചെന്ന സാരി എന്നെ ഉടുത്ത് വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കളിയാക്കിയിട്ട് പോവാണ് മോള്. പക്ഷേ ഭവാനി അന്നേരം മനസ്സിൽ വിചാരിക്കുക, നിനക്കറിയില്ല മോളെ ഭവാനിയെ, നിനക്കെന്നല്ല ഈ ഭൂമിയിലുള്ള ആർക്കും അറിയില്ല. ഭവാൻ്റെ കണക്ക് കൂട്ടലുകളൊന്നും തെറ്റിക്കാൻ ഞാൻ ആരെയും അനുവദിക്കത്തില്ല, ആരായാലും കത്തിച്ച് കളയും ഞാൻ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ അവർ പറയാട്ടോ. ദേഷ്യത്തോടെ അത്ര പകയാണല്ലോ. പിറ്റേ ദിവസം രാവിലെ തന്നെ ഭൂമി വെളുപ്പിനെ എണീച്ച് മുറ്റമൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ലക്ഷ്മി വരുന്നുണ്ട്. വന്നുടനെ ചോദിക്കുകയാണ്, എന്താ മോളെ വെളുപ്പിനെ എണീറ്റോന്ന് ചോദിക്കുക കേട്ടോ. അതെ, പണ്ട് അച്ഛൻ ഇരിക്കുമ്പോഴും അങ്ങനെയാണല്ലോ, വെളുപ്പിനെ എണീക്കും, പിന്നെ ഓടാനൊക്കെ പോവും ഒക്കെ ചെയ്തല്ലേ. അപ്പോൾ ഇപ്പം അച്ഛനില്ലെങ്കിലും എനിക്ക് ആ ശീലമായിപ്പോയി, അതാണ് കാര്യം എന്ന് പറയാം കേട്ടോ. എന്നിപ്പോൾ സാരമില്ല, എന്തായാലും രാവിലെ എണീറ്റുള്ള ആ ശീലങ്ങളൊന്നും എനിക്ക് മാറ്റാനൊന്നും കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടെ വരാനൊന്നും എനിക്കിപ്പോൾ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോയില്ല, രാവിലെ അടിച്ചു വരാണ്ട് ഇറങ്ങി, അത്രയേ ഉള്ളൂ. പറഞ്ഞ മോളെ തന്നെ ഓർത്ത് ഇനി വിഷമിക്കില്ലേ എന്ന് പറയാം കേട്ടോ. അപ്പോൾ തന്നെ ഭൂമി പറയുന്നുണ്ട്, വിഷമമൊന്നും എനിക്കില്ല, ആ വിഷമിക്കേണ്ട മനസ്സും കൊണ്ടല്ലേ എൻ്റെ അച്ഛൻ പോയത്. പിന്നെ എൻ്റെ അമ്മയുടെ കാര്യത്തിൽ അതൊരു വല്ലാത്ത മരവിപ്പ് മാത്രമാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, എൻ്റെ മനസ്സ് പറയുന്നത് പോലെ ചെയ്യട്ടെ, അമ്മ ഞാൻ തിരിച്ചു കൊണ്ടുവരും. പിന്നെ ഇതെല്ലാം മാറി ഞാനൊരു ഭൂമി ആവണമെങ്കിൽ ഭൂമിയോളം താഴേണ്ടി വരുമായിരിക്കും എന്നും പറഞ്ഞ് ലക്ഷ്മിയുടെ മുഖത്ത് നോക്കി അങ്ങ് കരയാണ് കേട്ടോ രാവിലെ തന്നെ. എന്നിട്ട് പറയുന്നത്, ചേച്ചി ഒരു കാര്യം ചേച്ചിയല്ലേ, കോഫിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, ഫ്ലാസ്കിലുണ്ട്, എടുത്ത് കുടിക്കണമെന്ന് പറഞ്ഞ് അവരകത്തേക്ക് കയറി ചെല്ലാണ് കേട്ടോ. അപ്പം ഭൂമിയാണെങ്കിൽ അവിടെയൊക്കെ അടിച്ചു വാരുകയാണ്. അച്ഛൻ്റെ റൂമിൻ്റെ ആ സൈഡിൽ അടിച്ചു വാരുമ്പോൾ മഴയായിരുന്നല്ലോ അന്നത്തെ ദിവസം, അങ്ങനെ ഇലയും ഒക്കെ ആയിട്ട് നല്ല പോലെ ചതുപ്പായിട്ട് കിടക്കാൻ അവിടെയെല്ലാം കിണ്ടി പറക്കി തൂക്കുന്ന സമയത്താണ് എന്തിലോ കയറി തട്ടുന്നുണ്ട്. 2-3 പ്രാവശ്യം അത് എന്താ നോക്കുമ്പോഴാണ് മൊബൈൽ ഫോൺ. അങ്ങനെ പെട്ടെന്ന് അത് എടുത്ത് തുടച്ചെടുക്കുമ്പോഴത്തെ അച്ഛൻ്റെ മൊബൈൽ ഫോണാട്ടോ, കാണാതെ പോയ മൊബൈൽ ഫോണില്ലേ, അത് കിട്ടിയില്ലല്ലോ എന്നും പറഞ്ഞപ്പോൾ അതെടുത്ത് കയ്യിൽ വെച്ചിട്ട് കുറച്ച് നേരം ആലോചിക്കാം. ഈ മൊബൈൽ ഫോൺ അച്ഛന് വാങ്ങിച്ചു കൊടുത്തതിന് ഒരു കഥയുണ്ട് കേട്ടോ. കാരണം അച്ഛന് മൊബൈലില്ലായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഭൂമിയായി മൊബൈലും കൊണ്ട് വീട്ടിൽ വരുമ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താടി ഒരു സർപ്രൈസ്, അതൊക്കെ സർപ്രൈസ് എന്നും പറഞ്ഞിട്ടാണ് ഇത് കൊടുക്കുന്നതും. പിന്നെ ഇത് എനിക്ക് ഉപയോഗിക്കാൻ അറിയില്ല, നീ എന്തിനാ ഇത്രയും വലിയ ഫോൺ വാങ്ങി തന്നെന്ന് അച്ഛൻ അന്ന് ചോദിച്ചിരുന്നു. ഓ, ഇതൊക്കെ ഞാൻ പഠിപ്പിച്ച് തരാം അച്ഛാ, 2 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ 3ൻ്റെ അന്ന് അച്ഛൻ നോക്കിക്കോ, ഇതിനകത്തുനിന്ന് ഓരോ പെണ്ണുങ്ങൾക്ക് അച്ഛൻ തന്നെ മെസ്സേജ് അയക്കേണ്ട ഗതി വരും. അങ്ങനെ ആവും എന്ന് പറയുമ്പോൾ അംബികയാണെങ്കിൽ വഴക്ക് പറഞ്ഞുകൊണ്ട്, എടി എൻ്റെ കുടുംബം കുളമാക്കാനാണോ നീ അച്ഛനെ ഇതൊക്കെ വാങ്ങിക്കൊടുക്കണേ എന്നും പറഞ്ഞിട്ട് ഓടിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു പഴയുള്ള തമാശയൊക്കെ ഭൂമി ഓർത്തെടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തായാലും ഫോൺ കിട്ടിയ സന്തോഷത്തിൽ ഓടി ലക്ഷ്മിയോട് വന്ന് പറയാണ്ട് ലക്ഷ്മിയെടുത്ത് അച്ഛൻ്റെ ഫോൺ കിട്ടി. സമാധാനമായി, എത്രമാത്രം ഞാൻ അന്വേഷിച്ചതാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, മോളെ ഇത് കിട്ടാൻ വേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു കേട്ടോ, അച്ഛൻ്റെ ഫോൺ കിട്ടാൻ വേണ്ടി. എന്തായാലും എനിക്കും സന്തോഷമായെന്ന് പറയാം കേട്ടോ. അങ്ങനെ ആ ഫോണ് മുഴുവനും ചെളിയായിരുന്നല്ലോ, എല്ലാം തുടച്ചിട്ട് ചാർജൊന്നും ഇല്ലാതെ അങ്ങനെ അതിനെ കൊണ്ടുപോയി ചാർജിലെല്ലാം കുത്തിയിട്ട് ചാർജ് കയറട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ ചാർജിൽ കൊണ്ട് വയ്ക്കാൻ കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഭൂമി കുളിയൊക്കെ കഴിഞ്ഞ് വരികയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഫോണിലെ കുറച്ച് സീൻസും കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒരാൾ വരുന്നതും അച്ഛൻ്റെ കഴുത്തിലേക്ക് കുത്തിപ്പിടിക്കുന്നതും നമ്മുടെ അംബികേനെ പിടിച്ച് തള്ളിയിടുന്നതും ഒക്കെ അതിലുണ്ട്. അംബികയല്ല അയാളെ കുത്തുന്നത്, വേറൊരാളാണെന്ന് ആ വീഡിയോ കണ്ടാൽ ആർക്കായാലും മനസ്സിലാവും. അങ്ങനെ അതൊന്നും തുറന്നു നോക്കുന്നില്ല. പക്ഷേ ഫോണ് ഒന്ന് ചാർജ് ആവണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ചാർജിൽ കുത്തിയിട്ടിട്ട് ഭൂമി കുളിക്കാനൊക്കെ പോകട്ടോ. ഇതേ സമയം നമ്മുടെ അഞ്ജന എന്താ ചെയ്യുന്നത് വെച്ചാൽ സംഗീതയോട് പോയി പറയുന്നുണ്ട്, ആൻറ്റി എനിക്കൊരു ഉപകാരം ചെയ്യണം. ഇവിടെ എല്ലാവരുടെയും ഇഷ്ടപ്രകാരം മാത്രമാണല്ലോ അജയനെയും എന്നെയും തമ്മിൽ വിവാഹം കഴിക്കാൻ സമ്മതിപ്പിച്ചത്. അതെ, ഇപ്പം എന്താ മോൾക്കൊരു സംശയം? പക്ഷേ അജയൻ അങ്ങനെ തലയാറൊന്നും ആവുന്നില്ല എന്ന് പറയാട്ടോ. എന്നോട് അത്ര അടുപ്പമൊന്നും കാണിക്കുന്നില്ല. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ മോളുടെ തോന്നില്ല. കൂടുതൽ അജയൻ എന്നോട് അടുക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ആൻറ്റിയുടെ കയ്യിൽ എന്തെങ്കിലും സൂത്രം ഉണ്ടോ? ഉണ്ട്, നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ അവനത് വലിയ ഇഷ്ടമാവും. അങ്ങനെയുള്ളവരെ വലിയ ഇഷ്ടമാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ചില പൊടിക്കകളൊക്കെ ഉണ്ട്, ഞാൻ ചില ഭക്ഷണ രീതികളൊക്കെ ഉണ്ടാക്കി അജയന് കൊടുക്കാം. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് അവർ സംസാരിക്കട്ടോ. രാവിലെ തന്നെ ഭൂമി കുളിയെല്ലാം കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്ത് ഫോട്ടോയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛാ, ഞാനിന്ന് അമ്മയെ ഇറക്കിക്കൊണ്ട് വരും, അതിനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോവുകയാണ്, അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ലക്ഷ്മിയും വരുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മിയോട് പറഞ്ഞിട്ടുണ്ട്, എന്തായാലും കോഫി ഷോപ്പിലേക്ക് ഞാൻ പോവാണ്, അച്ഛൻ വിചാരിക്കില്ലേ ഇത്രയും നിനക്ക് വിഷമമുള്ളൂ, ഞാൻ മരിച്ചിട്ട് ഇത്ര ദിവസം ആയുള്ളൂ, അതിനിടയ്ക്ക് വെച്ച് നീ പോവുകയാണോ എന്ന് അച്ഛൻ ചിന്തിക്കില്ലേ? അങ്ങനെയൊന്നുമില്ല മോളെ, മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരെക്കാളും കാര്യങ്ങളെല്ലാം മനസ്സിലാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അച്ഛന് സന്തോഷം മാത്രമേ ആവത്തുള്ളൂ. നീ കോഫി ഷോപ്പിലേക്ക് പോകണം, അമ്മയെ ഇറക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കണം. പെട്ടെന്നാണ് നമ്മുടെ ഭൂമി ആലോചിക്കണം, അയ്യോ പറയുമ്പോലെ അച്ഛൻ്റെ ഫോൺ അവിടെ ഞാൻ ചാർജിലിട്ടിരുന്നേ, ഞാൻ പോയി എടുത്തിട്ട് വരട്ടെ എന്ന് പറയാം. അങ്ങനെ അകത്തേക്ക് ചെന്ന് ഫോൺ എടുക്കുകയാണ് കേട്ടോ. ഫോൺ ചാർജെല്ലാം ആയി ഓണാക്കി എടുക്കുകയാണ്. അതിനകത്ത് ശരിക്കും അമ്മയെ പുറത്തിറക്കാനുള്ള നല്ലൊരു തെളിവ് അതിനകത്തുണ്ടേ, അത് ഭൂമി കാണുന്നില്ല. അങ്ങനെ അതുകൊണ്ട് അതൊക്കെ കയ്യിലെടുത്തിട്ടാണ് ഭൂമി അവിടുന്ന് ഇറങ്ങണം കേട്ടോ. ഭൂമി ആ ഒരു ഫോണിനകത്ത് കിടക്കുന്ന വീഡിയോ തുറന്ന് നോക്കുന്നേ ഇല്ല കേട്ടോ, നേരെ പോകുന്ന പോലീസ് സ്റ്റേഷനിലേക്കാണ്. അങ്ങനെ അങ്ങോട്ട് ചെന്ന് അമ്മയ്ക്ക് വേണ്ടിയിട്ട് കള്ളസാക്ഷി പറഞ്ഞവരും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ കൊണ്ടുവന്നല്ലോ, അതൊക്കെ അച്യുതൻ കുടിച്ചിട്ടുണ്ടെന്നൊക്കെ അതിൽ എഴുതിയിരിക്കുന്നത്, അതൊക്കെ കള്ളമാണെന്ന് തെളിയിക്കണോ, അതിന് വേണ്ടിയിട്ട് അതൊക്കെ എൻ്റെയൊക്കെ ഓരോ കോപ്പി എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭൂമി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലണം കേട്ടോ. പക്ഷേ ഇതൊന്നും ഭൂമിയുടെ കയ്യിൽ കൊടുക്കാൻ പറ്റത്തില്ല, അതൊക്കെ ഇവിടെ ഒഫീഷ്യലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് അജയ് തടസ്സപ്പെടുത്തുന്നുണ്ട്. എന്നാലും അവിടെയുള്ള പോലീസുകാരോടൊക്കെ ഇത്തിരി സ്നേഹവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഭൂമി അവിടെ പോയി ചോദിക്കുമ്പോൾ അവരെന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അജയ് കണ്ടുകൊണ്ട് വരികയാണ്. അജയൻ അങ്ങോട്ട് ദേഷ്യം വരുവാണ്. ഇതൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലെന്ന് പറഞ്ഞ് ഭൂമിക്കും കുറേ വഴക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭൂമിക്ക് സഹിക്കാനാവില്ല, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കുമാണ് ഇത് വന്നാലേ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവത്തുള്ളൂ എന്ന് പറഞ്ഞ് അജയനോട് തട്ടിക്കയറും കേട്ടോ. ഇതൊക്കെയാണ് എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.